അതുകൊണ്ട് ഞാൻ പറയുകയാ, റമളാൻ നല്ലവനല്ലാതെ നഷ്ടപ്പെടൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മസ്ജിദ് നബവിയില് മിമ്പറിലേക്ക് കയറുമ്പോ നബി തങ്ങൾ ആമീൻ പറഞ്ഞു. മൂന്ന് വട്ടം പ്രവാചകൻ ആമീൻ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, എന്തു പറ്റി നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ദുആ ചെയ്തു, ഒരാൾക്ക് റമളാൻ കിട്ടിയിട്ട് അവൻ നന്നാകുന്നില്ല, അവന്റെ പാപം പൊറുക്കുന്നില്ല. പരിശുദ്ധമായ റമളാൻ വന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നില്ല, അവന്റെ സ്വഭാവത്തിലോ അവന്റെ ജീവിതത്തിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അവനെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. ആമീൻ പറഞ്ഞത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എവിടെ നിന്ന്? മസ്ജിദ് നബവി എന്ന് പറയുന്ന പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ നിന്നിട്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പണ്ടത്തെ ഉമ്മമാര് റജബ് വരുമ്പോ, ശഅബാൻ വരുമ്പോ വീട് വൃത്തിയാക്കും, ചെലന്തി വലയടിക്കും, ആവശ്യമില്ലാത്തതൊക്കെ എടുത്തു കളയും. എന്തേ ഉമ്മ, കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ല മോനെ, റമളാൻ വരുന്നടാ. താത്ത ഇതുവരെ അനങ്ങിയിട്ടില്ല. നമ്മളിൽ ആരാ ഒരുങ്ങിയിരിക്കുന്നത്? പടച്ചവനെ, ഇങ്ങനെ നടക്കും. ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ നാളെ നോമ്പൊന്നാന്ന് പറയുമ്പോ പടച്ചവനെ വന്നില്ലേ, അല്ലാ കഴിഞ്ഞു. എന്ത് വന്നു? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.